ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നമ്മൾ ഒരു ആർട്ടിക്കിൾ കണ്ടു. കേരള സ്റ്റോറീനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിളായിരുന്നു. കേരള സ്റ്റോറീനെ കുറിച്ചുണ്ടാകുന്ന പൊളിറ്റിക്കൽ ടെർമോയിലൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ. ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ വേർഡ്സ്? ഒന്ന് സർപ്റ്റിഷ്യസ്, പിന്നെ ബൈഗോട്ടഡ്, പിന്നെ ഒബ്ഫ്യൂസ്കേറ്റ്, പിന്നെ സ്ലൈലി, ബെഡ്വില്ലിംഗ്, പിന്നെ ഫിഡിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ് നോക്കുകയാണെങ്കിൽ എന്താ വരിക? അപ്പം ഈ ഒരു സെൻറ്റൻസിൽ എന്താ പറയുന്നത്? ഹു ലുവർ ഹിന്ദു വുമൺ ഇൻ ടു മാരേജ് വിത്ത് സർപ്റ്റീഷ്യസ് പർപ്പസ്. സർപ്റ്റീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാതെ സീക്രട്ടായിട്ട് ചെയ്യുക. ഡൺ സീക്രറ്റ്ലി എന്നൊരർത്ഥമാണ് സർപ്റ്റീഷ്യസിന് വരുന്നത്. പിന്നെ ബൈഗോട്ട്. ഓക്കെ, ബൈഗോട്ടിൻ്റെ അർത്ഥം എന്താ? സംഘ് പരിവാർസ് ബൈഗോട്ടഡ് വ്യൂ. ബൈഗോട്ടഡ് വ്യൂ എന്ന് പറയുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് അൺറീസണബിൾ ബിലീഫ് ദാറ്റ് നമുക്ക് വേറൊരാളുടെ നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസം മാത്രമാണ് ശരി, ബാക്കിയുള്ളവരുടെ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യൂവിന് പറയുന്നതാണ് ബൈഗോട്ടഡ് വ്യൂ. ഇനി ഒബ്ഫ്യൂസ്കേറ്റ്. ഒബ്ഫ്യൂസ്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് പോലെ തന്നെയാണ്, ഭയങ്കര പറയുന്ന കൺഫ്യൂസിങ് ആണ്. പിന്നെ സ്ലൈലി എന്ന് പറയുന്നത് എന്താ? ദ റൂളിംഗ് ഫ്രണ്ട് വാസ് സ്ലൈലി യൂസിങ് ദ ഫിലിം ആസ് എ പൊളിറ്റിക്കൽ ലൈറ്റ്നിങ്. സ്ലൈലി എന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ ഒരു ക്യാരക്ടറായിട്ട് വരും, കണ്ണിങ്. പിന്നെ അതുപോലെ ബെഡ്വില്ലിംഗ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസിങ്, ഏകദേശം നമ്മുടെ അനോയിങ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കോസിങ്. അപ്പോൾ ഒബ്ഫ്യൂസ്കേറ്റും ഒക്കെ ആയിട്ടൊരു ബന്ധമുണ്ട്. പിന്നെ ഫിഡിൽ എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഡിസ്ഹോണസ്റ്റ്ലി. ദ ഫിഡിൽ ഷോപ്പ് കീപ്പർ ഓണർ, അതായത് ഡിസ്ഹോണസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഷോപ്പ് കീപ്പർ ഓണർ. അപ്പോൾ ഇത്രയൊക്കെ സിനോണിംസ് ആണ് നമുക്കിന്ന് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് കിട്ടിയത്.